പോറ്റിയെ കേറ്റി എന്ന പാട്ടിനെതിരെ DGPക്ക് പരാതി. അപ്പൊ ഗുരുത്തം പോലെ പത്തനംതിട്ടക്കാരന് ഒരാള് അയാള് പോലീസിലൊരു പരാതി കൊടുത്തു. അയാളുടെ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞു. മനസ്സിലായി, ഒക്കെ ഒരു കയ്യാ. അപ്പൊ മതവികാരം വ്രണപ്പെടാൻ കാര്യം എന്താ? അത് ഈ പോറ്റിയെ കീറ്റിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട്. സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ, സ്വർണം കണ്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, ദ്രോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ. ഗാനം വളരെ പെട്ടെന്ന് ഹിറ്റ്. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. അച്ഛനെന്തിനാ ഇപ്പൊ ഈ പാട്ട് പാടിയത്? ഈ എനിക്കൊരു പാട്ട് പാടാൻ തോന്നി, പാടി. എന്താ കുഴപ്പമുണ്ടോ? അങ്ങനെ പോകുന്ന പാട്ട് അത് ഇൻസ്റ്റന്റിനിയസ് ഹിറ്റാണ്. കേട്ടവർ അത് ഹൃദയസ്ഥമാക്കി. കേട്ടവരും അത് പാടിക്കൊണ്ട് നടന്നു. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. അങ്ങനെ ഈ ഓരോ വോട്ടറുടെയും ചുണ്ടിൽ തത്തിക്കളിക്കുന്ന പാട്ടാണ്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJPക്കാരും ലീഗുകാരും എല്ലാവരും ആവർത്തിച്ച് പാടി ആ പാട്ടിനെ ഒരു ആഗോള ഹിറ്റാക്കി മാറ്റി. നന്ദിയുണ്ടേ. അപ്പൊ അങ്ങനെ. പക്ഷെ ഈ സാധനം പോപ്പുലറായി. ഇത് പോപ്പുലർ ആകും തോറുമാണ് എനിക്ക് മതവികാരത്തിന്റെ ഗുരു വരികയും പിന്നെ അത് വ്രണമായിട്ട് മാറുകയൊക്കെ ചെയ്തു. നമ്മൾ ഈ വ്രണപ്പെടുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ മഞ്ജുഷ്? നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കുരുപൊട്ടുക എന്നാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്വർണ്ണക്കൊള്ള നടന്നിരുന്ന സമയത്തൊന്നും പൊട്ടാത്ത കുരു ഒരു പാരഡി പാട്ടിന്റെ പേരിൽ പൊട്ടിക്കഴിഞ്ഞാൽ ആ പൊട്ടുന്ന കുരു അങ്ങ് പൊട്ടട്ടെന്നേ. അങ്ങനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. ഇത് കേൾക്കുമ്പോ മാർക്സിസ്റ്റുകാർക്ക് മാത്രമേ വികാരം വ്രണപ്പെടുകയുള്ളൂ. കാരണം അവര് കളവ് നടത്തിക്കൊണ്ടാണ്. കാര്യമായിട്ടൊന്നും അറിഞ്ഞില്ല, അപ്പോഴൊക്കെ അവർ ഒന്നുപോയി. ഇങ്ങനൊരു പാട്ട് കേട്ടിട്ട് RSSകാർക്കോ വിശ്വ ഹിന്ദു പരിഷത്തുകാർക്കോ BJPക്കാർക്കോ ആർക്കും വികാരത്തിന് യാതൊരു വ്രണം ഉണ്ടായില്ല. നേരെ കുറിച്ച് CPMകാർക്ക് ഇത് കേട്ടപ്പോ ഭയങ്കര പ്രയാസം. ചെയ്തു കൂട്ടിയതൊക്കെ അനുഭവിക്കാണ്ട് പോകാൻ പറ്റുമോ? പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സഖാവ് രാജു അബ്രഹാമിന്റെ വികാരം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കുഴപ്പമില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയിൽ സ്വർണം കെട്ടതിൽ ആരുടെയും ഒരു വികാരവും വ്രണപ്പെട്ടിട്ടില്ല. അതിലാർക്കും യാതൊരു വിധത്തിലുള്ള വിഷമവുമില്ല. അതിൽ മതവികാരമോ വിശ്വാസമോ വ്രണപ്പെട്ടിട്ടില്ല. ഓരോ ഉടായ്പായിട്ട് അറിയിക്കുള്ളൂ. അതുപോലെ നമ്മുടെ പ്രഗത്ഭനായ രാജ്യസഭാംഗം ഇംഗ്ലീഷ് ഭാഷാ പാരംഗതനായിട്ടുള്ള ഡബിൾ റഹീം, പുള്ളിക്കും വലിയ വിഷമമൊന്നുമില്ല. അയ്യപ്പസ്വാമി ആക്ഷേപിച്ച് കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് അറിയാം, കള്ളന്റെ തന്തക്ക് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. സത്യത്തിൽ അയ്യപ്പസ്വാമി ആക്ഷേപിച്ചത് ഈ സഖാക്കളാണ്. നമ്മുടെ പത്മകുമാറിനെ പോലെയുള്ള ആളുകൾ, സഖാവ് വാസുവിനെ പോലെയുള്ള ആളുകൾ, PS പ്രശാന്തിനെ പോലെയുള്ള ആളുകൾ, കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള അവരാണ് അയ്യപ്പനെ അവഹേളിച്ച് അയ്യപ്പന്റെ തിരുവാഭരണം പൊട്ടി സ്വർണ്ണപ്പാളി ഇളക്കി കൊണ്ടുപോയതാരാണ്? മാർക്സിസ്റ്റുകാരാണ്. കംപ്ലീറ്റ് കള്ളന്മാരല്ലേ? അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. അത് കേൾക്കുമ്പോഴാണ് ഇവർക്ക് പൊള്ളുന്നത്. എന്തു വാങ്ങിക്കോട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി കിട്ടിയത് അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പം. അതിൻ്റെ കാരണങ്ങളിൽ പ്രധാനം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെന്നും ഈ പാട്ട് ഈ സ്വർണ്ണക്കൊള്ള എന്ന കാര്യം വളരെ രത്നച്ചുരുക്കത്തിൽ ആളുകളുടെ ഹൃദയത്തിലേക്ക് കയറ്റി വിട്ടുവെന്നും നീ 13 ജന്മം കോളം പിടിക്കൂല, അങ്ങനെ അവർക്ക് ഹൃദയ പരിവർത്തനം ഉണ്ടായെന്നും അന്യഥാ ഇടതുപക്ഷ ചിന്താഗതി ഉള്ളവർ പോലും വലതുപക്ഷ തീവ്ര ഹിന്ദു വർഗീയവാദികളായിട്ട് മാറിയെന്നും അങ്ങനെ അവർ കോൺഗ്രസിനും കിട്ടിയ സ്ഥലത്ത് BJPക്കും കണ്ടപത്രാതിക്കൊക്കെ വോട്ട് ചെയ്തെന്നും ആണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. പൊള്ളുന്നതിന്റെ കാരണം ഇതാണ്. കളമടത്തിയവർക്ക് സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാകും. മാത്രമല്ല ഇത് ആളുകൾ അറിയുന്നതിനുള്ള പ്രയാസം. വാസു ആരായിരുന്നു, അല്ലെങ്കിൽ പ്രശാന്ത് ആരായിരുന്നു? എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. സഖാവ് പത്മകുമാർ എന്താണ് ചെയ്തത്? പട്ടാപ്പകൽ ഈ സ്വർണം അഴിച്ചുകൊണ്ട് പോയതാരാണ്? സ്വർണം ചെമ്പാക്കി മാറ്റിയതാരാണ്? അത് പിന്നെ അങ്ങനെ പറ്റിപ്പോയതല്ല, പറ്റിപ്പാണ് നിന്റെ പ്രധാന പണി. രേഖകൾ കൃത്രിമം നടത്തിയതാരാണ് എന്നൊക്കെ ഇപ്പൊ എല്ലാ ആളുകൾക്കും അറിയാം. വെറുതെ അല്ല, സത്യം. ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങിയടാ. അതുകൊണ്ട് പാട്ട് കേൾക്കുമ്പോ അവർക്ക് ഭയങ്കര മനപ്രയാസമുണ്ട്. ഞാൻ അനുഭവിച്ചതിന്റെ 100-1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തേനെ. ഞാൻ പറയുന്നത്, ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന്റെ പേരിൽ, ഈ വലിയ കൊടിയ അഴിമതിയുടെ പേരിൽ, അതിലെ കെടുകാര്യസ്ഥതയുടെ പേരിൽ, അതിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്ന സഖാക്കന്മാർ ജയിലിൽ കിടക്കുന്നു എന്നതിൽ ഇവിടെ ആരുടെ ഒരു വികാരവും വ്രണപ്പെട്ടിട്ടില്ല. അവരെ പാർട്ടി പദവികളിൽ നിന്ന് മാറ്റുന്നില്ല. അവരങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു.
സഖാവ് പിണറായി വിജയന് ചുണയുണ്ടെങ്കിൽ തന്റെ ഇടമുണ്ടെങ്കിൽ ആ പത്മകുമാറിന്റെ പേരിൽ നടപടി എടുക്കും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. സൂര്യൻ പടിഞ്ഞാറുദിക്കായിരിക്കും, എന്നാൽ ഇത് മാത്രം നടക്കില്ല. അതുപോലെ ഈ കൊള്ളയ്ക്ക് ചൂട്ടുപിടിച്ച സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ അയാളുടെ പേരിൽ നടപടി എടുക്കും. എന്നിട്ട് ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരോട് മാപ്പ് പറയും. എന്റെ ഓഡിയൻസ് സഹിക്കില്ല, എന്റെ ഇമേജ് എനിക്ക് നോക്കണ്ടേ. അല്ലാതെ ഈ മാതിരി കോമാളിത്തരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. സഖാവേ, ഇതൊന്നും ഇവിടെ കൊണ്ട് തീരൂല. ഈ 3 മാസം കഴിയുമ്പോൾ ഒരേ ഇലക്ഷൻ കൂടി വരുന്നുണ്ട്. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭിബി ബാക്കി ഹെ ബായ്. ജനങ്ങൾ അവരുടെ വലത്തെ കൈയിന്റെ ചൂണ്ടാണി വിരൽ ചൂണ്ടി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ഇലക്ട്രോണിക് യന്ത്രം മുമ്പിൽ വെക്കേണ്ട താമസമുള്ളൂ, ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളൂ. അതോടെ നിന്റെ കാര്യത്തിന് ഒരു തീരുമാനമാകും. ഏതായാലും കേസ് എടുത്തു. കേസ് ഈ പറഞ്ഞ പോലെ ഭാരതീയ ന്യായ സംഹിത 299, പിന്നെ 355 1C ഇതൊക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്നൊരു ചൊല്ലുണ്ട്, അതുപോലുണ്ട്. അങ്ങനെ ഈ വകുപ്പിൽ കേസ് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ പോറ്റിയെ കേറ്റിയെ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ട്. ഇതിന് കാരണം ഇത് തയ്യാറാക്കിയത് 3 മുസ്ലിങ്ങളാണ്. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പാട്ടെഴുതി അയ്യപ്പ ഭക്തിഗാനത്തിനെ വികലമാക്കി അത് പാടി റെക്കോർഡ് ചെയ്ത് ഒരു മതനിന്ദ, അന്യമത നിന്ദ കാണിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് മാത്രമാണ് എനിക്കിതിനെ തോന്നുന്നത്. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. ഞാനൊരു പ്രാക്ടീസിങ് ഹിന്ദുവാണ്. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു തരത്തിലുള്ള മതവികാരവും വ്രണപ്പെട്ടിട്ടില്ല. പുറകെ ഞങ്ങളുണ്ട്. എന്റെ വിശ്വാസം വ്രണപ്പെട്ടിട്ടില്ല. തന്നെയുമല്ല, ഇത് വിശ്വാസത്തിനെ കുറിച്ചുള്ള ഒരു പാട്ടാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ മുസ്ലിങ്ങൾ അയ്യപ്പനെ അപമാനിക്കുന്നതിലൂടെ ഹിന്ദുക്കളിൽ വേണ്ടാത്ത വർഗീയ ചിന്ത ഉണ്ടാക്കുകയും അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം ലഹളയ്ക്ക് വഴിവെക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് കേസ്. ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോണ നാടാണിത്. ഇവനെപ്പോലത്തെ ഞരമ്പ് രോഗികൾ അത് ഇല്ലാണ്ടാക്കും. എൻ്റെ ദൈവമേ, ഇത് എഴുതിയ മുസ്ലിങ്ങൾക്കും ഈ ഒരു ചിന്ത പോയില്ല, ഇത് കേട്ട ഹിന്ദുക്കൾക്കും എല്ലാവരും ശബരിമലയിലെ സ്വർണം തട്ടിയതാണല്ലോ കാര്യം. കഷ്ടായിപ്പോയി, വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയോ ഒക്കെ അപ്പോസലന്മാരായിട്ട് ഭാവിക്കുന്ന നമ്മുടെ പിണറായി സർക്കാരും നമ്മളെ കാണിക്കാൻ പിണറായിസ്റ്റ് പാർട്ടിക്കും ഇതിനേക്കാൾ വലിയ മണ്ടത്തരങ്ങളും ചെയ്യാൻ കഴിയും. അവരൊക്കെ ചെയ്ത് തെളിയിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയി എന്ന് മാത്രമേ പറയാറുള്ളൂ. നിങ്ങളുടെ മുഖം വികൃതമായെന്ന് ഈ പാട്ട് എഴുതിയവനോ സംഗീതം ചെയ്തവനോ പാട്ട് പാടിയവനോ ഒന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയാട്ടവർക്കാണോ കേസ്? ഈ പാട്ടിൽ പറയുന്നത് ചില രാഷ്ട്രീയ സത്യങ്ങളെ കുറിച്ചാണ്, ഇതിൽ പറയുന്നത് അഴിമതിയെ കുറിച്ചാണ്, ഇതിൽ പറയുന്നത് കെടുകാര്യസ്ഥതയെ കുറിച്ചാണ്, ഇതിൽ പറയുന്നത് ശബരിമലയിലെ ആചാര ലംഘനത്തിനെ കുറിച്ചാണ്. സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പോ എത്ര സത്യസന്ധമായിട്ടുള്ള പാട്ടാണെന്ന് ആലോചിച്ചു. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. അനുഭവിക്കടാ.